അധ്യായം 3. പിതാവ് പറയുന്നത് പോലെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അമരേന്ദ്രന് തന്റെ പൂർവ്വശക്തി തിരിച്ചു കിട്ടിയാൽ അതെനിക്ക് അപകടമായി ഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശക്തിനാശനത്തിനുള്ള കാരണം കണ്ടുപിടിച്ച് അമരേന്ദ്രൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നാലോ? മറ്റൊരു മഹാചക്ര പരീക്ഷയിൽ 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം വീണ്ടും സ്വന്തമാക്കിയാലോ? അജയ്യനായി തന്റെ മുന്നിൽ വന്ന് പ്രതികാരം ചെയ്താലോ? നിഷേധിച്ച പ്രണയത്തെപ്പറ്റി അമരേന്ദ്രന് എന്നോടുള്ള ദേഷ്യവും വാശിയും കൂടാനേ വഴിയുള്ളൂ. എന്നോടുള്ള വാശി നിമിത്തം അയാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും എങ്ങനെയും എന്നെ കീഴ്പ്പെടുത്തണമെന്നുള്ള ചിന്തയിൽ മുഴുകിയിരിക്കാനും സാധ്യതയുണ്ട്. അമരേന്ദ്രന്റെ പിതാവ് അരുണേന്ദ്രനും തന്നോടുള്ള ദേഷ്യം നിമിത്തം മകനെ വിജയശ്രീ ലാളിതനാക്കാൻ എന്തും ചെയ്യുമെന്ന മട്ടിലായിരിക്കും. അവൻ വിജയിച്ചു വന്നാൽ പിന്നെ തന്റെ ജീവിതം നരകതുല്യമായിരിക്കും. ഒരു കാലത്തും പിന്നീട് അതിൽ നിന്നൊരു മോചനം എനിക്ക് സാധിക്കുകയില്ല. നഷ്ടപ്രണയം മാത്രമല്ല, കൈവിട്ടുപോയ ആത്മാഭിമാനവും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും അമരേന്ദ്രൻ. അതെ, അവനെ ഒരിക്കലും വിജയിക്കാൻ വിടരുത്. അതാണ് വേണ്ടത്. അവന്റെ വിജയത്തിലേക്കുള്ള വഴികളെല്ലാം അടച്ചേ മതിയാവൂ. അതിനുള്ള മാർഗമാണ് ഞാൻ കണ്ടെത്തേണ്ടത്. എന്നെ തോൽപ്പിക്കാൻ ഒരിക്കലും അമരേന്ദ്രന് അവസരം നൽകരുത്. വാസുകി ചിന്തിച്ചുറപ്പിച്ച് തന്റെ വിശ്വസ്തനായ നിഘണ്ഠനെ വിളിപ്പിച്ചു. നിഘണ്ഠ, ഇന്നു മുതൽ ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. നീ മാത്രമാണ് ഈ ജോലിക്ക് അനുയോജ്യൻ. നിന്നെയല്ലാതെ വേറൊരാളെയും എനിക്ക് ഈ ജോലി വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കാര്യത്തിന്റെ ഗൗരവം നിനക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായും കുമാരി, അവിടുത്തെ ആജ്ഞ പോലെ, നിഘണ്ഠൻ വിനീതനായി അറിയിച്ചു. ഇനി മുതൽ നീ പാഞ്ചാല യുവരാജാവ് അമരേന്ദ്രന്റെ പുറകെ തന്നെ ഉണ്ടാവണം. അവനെ ഒരു നിഴൽ പോലെ നീ അനുഗമിക്കണം. ആരും അറിയാതെ, അവൻ പോലും അറിയാതെ. അവൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരോട് സംസാരിക്കുന്നു, ആരുമായെല്ലാം ഇടപാടുകൾ നടത്തുന്നു, ആരുടെ കീഴിൽ പരിശീലിക്കുന്നു, എന്തൊക്കെ യുദ്ധമുറകൾ അഭ്യസിക്കുന്നു, അങ്ങനെ എല്ലാം എനിക്കറിയണം. ഇനി ഒരിക്കലും പൂർവശക്തി പ്രാപിച്ച് അമരേന്ദ്രൻ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. മനസ്സിലായോ? എങ്കിൽ ജോലി തുടങ്ങിക്കോളൂ. വാസുകി ഒന്ന് നിർത്തി. എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ തുടർന്നു. നീ ചേരരാജ്യത്തിന്റെ ഔദ്യോഗിക ചാരനല്ല എന്ന കാര്യം നീ മറക്കരുത്. നീ എന്റെ മാത്രം ചാരനാണ്. എന്ത് കാര്യവും എന്നെ മാത്രം ബോധിപ്പിക്കുക. നിനക്കിന്ന് തന്നെ ജോലി തുടങ്ങാം. കൽപ്പന പോലെ കുമാരി. നിഘണ്ഠൻ ആജ്ഞ ഏറ്റെടുക്കും പോലെ തലയാട്ടി. സർവരാലും അപമാനിക്കപ്പെട്ട് പിതാവിനും പ്രതിശ്രുത വധുവിനും കൊടുത്ത വാക്കു പാലിക്കാനാവാതെ, തന്റെ ശക്തിക്ഷയത്തിന്റെ കാരണം വ്യക്തമാകാതെ, ഒറ്റ ദിവസം കൊണ്ട് ആത്മവിശ്വാസവും ആത്മാഭിമാനവും തകർന്നു തരിപ്പണമായ ഒരു യുവാവ്. ദേഷ്യവും സങ്കടവും അമർഷവും ഉത്കണ്ഠയും എല്ലാം ചേർന്ന് അയാളെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. ദീർഘനാളത്തെ അധ്വാനമെല്ലാം വിഫലമാക്കിയ ആ പരാജയമാണോ, പ്രാണനെപ്പോലെ കരുതിയിരുന്ന പ്രണയിനിയിൽ നിന്നേറ്റ അപ്രതീക്ഷിത പ്രഹരമാണോ അയാളെ കൂടുതൽ പൊള്ളിക്കുന്നതെന്ന് അയാൾക്കിനിയും മനസ്സിലായിട്ടില്ല. സമാധാനവും സ്വസ്ഥതയും തന്നിൽ നിന്നും അകന്നുമാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. എത്രയൊക്കെ ആലോചിച്ചിട്ടും മനസ്സിൽ പൊങ്ങിയ ചോദ്യങ്ങളൊന്നും ഉത്തരം കിട്ടാതെ അലഞ്ഞു തിരിയുകയാണ്. ഗതി കിട്ടാത്ത ആത്മാക്കളെപ്പോലെ അവ എപ്പോഴും അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇത്രയും നാൾ അപമാനം ഭയന്ന് കൊട്ടാരത്തിൽ തന്നെ കഴിച്ചുകൂട്ടിയ അയാൾ ഭ്രാന്തിന്റെ വക്കോളമെത്തിയിരുന്നു. അമരേന്ദ്രൻ കൊട്ടാരവാതിൽ കടന്ന് ആരോടും ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു. ചുറ്റും കാണുന്നവരെ ഒന്നും നോക്കുക കൂടി ചെയ്യാതെ പാതയിലേക്ക് മാത്രം കണ്ണും നട്ട് അയാൾ നടന്നു. ചുറ്റിലും കേൾക്കുന്ന അടക്കിപ്പിടിച്ച ചിരികളും പരിഹാസവാക്കുകളും ഗൗനിക്കാതെ. അമര, നീ എങ്ങോട്ട് പോകുന്നു? ഞാനും വരാം. മാധുരി അമരേന്ദ്രനെ അനുഗമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല മാധുരി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ഉറപ്പിച്ചുകൊണ്ടല്ല ഇറങ്ങിയത്. കാലുകൾ കുഴയുന്നവരെ നടക്കണം. പാത അവസാനിക്കുന്നില്ലല്ലോ. എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. അമരേന്ദ്രൻ അവളെ നോക്കാതെ പറഞ്ഞു നിർത്തി. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമര? ആളുകൾ പറയുന്നതൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് കൂട്ടുകാരാ. എല്ലാം ശരിയാവും. നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. നീ എന്തായാലും പുറപ്പെട്ടതല്ലേ, ഞാൻ മുടക്കുന്നില്ല. സുരക്ഷിതനായി പോയി വരൂ. മാധുരി അമരേന്ദ്രനെ ആശ്ലേഷിച്ചുകൊണ്ട് യാത്രയാക്കി. എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞ അയാളുടെ കാലുകൾ മാതാവിന്റെ സമാധിയിലാണ് അവസാനിച്ചത്. അവിടെ എത്തിയപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെട്ടു. മനസ്സിന് വല്ലാത്തൊരു ഭാരക്കുറവ്. ഇത്രയും നാൾ തന്നെ അലട്ടിയിരുന്ന ചോദ്യങ്ങളെല്ലാം ഒരു തൂവൽ പോലെ തന്നിൽ നിന്ന് പാറിപ്പറന്നു പോയതുപോലെ. അമരേന്ദ്രൻ അവിടെ താഴെ ഇരുന്നു കൊണ്ട് സമാധിയിൽ വീണു പഴകിയ പൂവുകളും ഇലകളുമെല്ലാം നീക്കി വൃത്തിയാക്കി.
തൽസ്ഥാനത്ത് അയാൾ ഒരു പനിനീർ പുഷ്പം സമർപ്പിച്ചു. തന്റെ മാതാവിന് ഏറെ പ്രിയപ്പെട്ട വെള്ള പനിനീർ പുഷ്പം. മാതാവേ, അവിടുന്ന് എന്നെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, എന്റെ സങ്കടങ്ങളെപ്പറ്റി അറിയുന്നുണ്ടോ? ഞാൻ തോറ്റുപോയി മാതാവേ. തോൽവിയും അപമാനവും എന്നെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. അവിടുന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്റെ സങ്കടങ്ങളിൽ എനിക്കൊപ്പം ഇരിക്കാൻ, ആശ്വസിപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കാൻ. കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് അമരേന്ദ്രൻ തന്റെ സങ്കടത്തിന്റെ കെട്ടുകൾ അഴിച്ചു. മാതാവേ, എന്റെ എത്ര നാളത്തെ കഠിനാധ്വാനമാണെന്നോ വൃഥാവിലായത്. എന്റെ ശക്തിയും ആത്മവിശ്വാസവുമെല്ലാം എവിടെ പോയി ഒളിച്ചുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒരിക്കലും എനിക്ക് ആ പഴയ അമരേന്ദ്രനാകാൻ സാധിക്കില്ലേ? വീണ്ടും എനിക്ക് അജയനാകാൻ കഴിയില്ലേ? 3 വർഷങ്ങൾക്ക് ശേഷം വാസുകിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താനാവില്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ മാതാവേ, എന്തെങ്കിലും. ദുഃഖത്തിന്റെയും അപമാനഭാരത്തിന്റെയും ചുടുകണ്ണീർ അമരേന്ദ്രന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകി. ഞാൻ ഈ നശിച്ച ജീവിതത്തെ തന്നെ വെറുക്കുന്നു മാതാവേ. എല്ലാവർക്കും അപമാനമായി എന്തിനാണ് എനിക്കിങ്ങനൊരു ജീവിതം? മതിയായി. എല്ലാം അവസാനിപ്പിച്ച് മാതാവിന്റെ അടുത്തേക്ക് വന്നോട്ടെ ഞാൻ. ഇല്ല, അങ്ങനെ ചെയ്താൽ അതിമഹത്തായ രാജവംശത്തിന് തന്നെ ഒരു തീരാ കളങ്കമാകും. പാഞ്ചാല രാജൻ അരുണേന്ദ്ര മഹാരാജാവിന്, എന്റെ പിതാവിന് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു കടും കൈ ചെയ്തുകൂടാ. എല്ലാവരും ഇപ്പോൾ കരുതും പോലെ ഞാൻ വെറും ഒരു ഭീരുവായി മുദ്രകുത്തപ്പെടും. ഭീരുവല്ല ഈ അമരേന്ദ്രൻ, പാഞ്ചാല രാജ്യത്തിന്റെ യുവരാജാവാണ്. പെട്ടെന്നാണ് ഒരു ഭീമാകാര ശബ്ദം അമരേന്ദ്രന്റെ കരച്ചിലിനും മീതെ പ്രതിധ്വനിച്ചത്. താനല്ലാതെ മറ്റാരുമില്ലാത്ത ഈ ഇടത്തിൽ എവിടെ നിന്നാണ് മറ്റൊരു ശബ്ദം എന്നയാൾ അമ്പരന്നു. കരച്ചിൽ നിർത്തി അയാൾ ചുറ്റുപാടും നോക്കി. അന്തരീക്ഷമാകെ കലങ്ങി മറഞ്ഞിരിക്കുന്നു. അതിശക്തമായ കാറ്റും പൊടിയും അയാളുടെ കാഴ്ചയെ മറച്ചു. സമാധിയിൽ സമർപ്പിച്ച പനിനീർ പൂവ് ഇതളുകളായി എങ്ങോട്ടോ പറന്നകന്നു. ഉണങ്ങിയ ഇലകളും പൊടിപടലവും വീണ്ടും സമാധിയിൽ സ്ഥാനമുറപ്പിച്ചു. നിമിഷങ്ങൾക്കകം കാറ്റു നിന്നു. നേരത്തെ ശ്രവിച്ച ആ ശബ്ദം വീണ്ടും കാതുകളിലേക്ക് വന്നലച്ചു. അമരേന്ദ്ര! ആ അജ്ഞാത ശബ്ദത്തിന്റെ ആജ്ഞാശക്തിയിൽ അമരേന്ദ്രൻ ആകൃഷ്ടനായി. അയാൾ പരിഭ്രാന്തിയോടെ ചുറ്റുപാടും നോക്കി. ആ ശബ്ദത്തിന്റെ ഉറവിടത്തെ അന്വേഷിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നീ ആരെയാണ് അന്വേഷിക്കുന്നത് കുമാര? ശാന്തനാകൂ. ഞാൻ നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിന്റെ കയ്യിലെ മോതിരത്തിലേക്ക് ഒന്ന് കാതോർക്കൂ. എന്റെ ശബ്ദം കേൾക്കാം. ആ അജ്ഞാത ശബ്ദം അതേ സ്വരത്തിൽ ആവർത്തിച്ചു. മരങ്ങളുടെ മറവ് മുതൽ സമാധിക്ക് 4 പുറവും പരതി നടന്ന അമരേന്ദ്രൻ ഒരു നിമിഷം സ്തബ്ധനായി. വിശ്വസിക്കാനാവാത്ത പോലെ അവൻ നിശ്ചലനായി. ചുറ്റുപാടും ഒന്നുകൂടി കണ്ണോടിച്ചു. നീ എന്നെ അന്വേഷിച്ചു വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. ആ വിരലിലേക്ക് ഒന്ന് നോക്കിയാലും അമരേന്ദ്ര. അജ്ഞാത ശബ്ദം വീണ്ടും മുഴങ്ങി. പ്രായമേറിയതെങ്കിലും പ്രൗഢിയുള്ള ഘനശബ്ദം തുടർന്നു. നീ എന്തോ വലിയ കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. എന്തു പറ്റി? ഞാൻ നിനക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാം. കാതുകൾ കൊണ്ട് കേട്ടത് തെറ്റാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ അമരേന്ദ്രൻ വലത് കൈയിലെ മോതിരത്തിലേക്ക് നോക്കി. തന്റെ മാതാവ് അവസാനമായി തനിക്ക് നൽകിയ വജ്രം പതിപ്പിച്ച വിശിഷ്ട മോതിരം വെട്ടിത്തിളങ്ങി. നോക്കി നിൽക്കെ മോതിരത്തിൽ നിന്ന് വലിയൊരു പ്രകാശം പുറത്തേക്ക് വ്യാപിച്ചു. അന്തരീക്ഷം വീണ്ടും കലുഷിതമായി. വലിയൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മോതിരത്തിൽ നിന്നുള്ള പ്രകാശം അമരേന്ദ്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തനിക്ക് മുന്നിൽ നടക്കുന്നതെന്തെന്ന് മനസ്സിലാവാതെ അമരേന്ദ്രൻ പകച്ചുപോയി. സ്വന്തം കണ്ണുകളെപ്പോലും വിശ്വസിക്കാനാവാതെ അദ്ദേഹം പരിഭ്രമം മറച്ചുവെക്കാതെ ആരാഞ്ഞു. ആരാണ് താങ്കൾ? ആരാണ്? എന്തിനാണ് എന്നെ തിരഞ്ഞു വന്നിരിക്കുന്നത്? ആ പുകമറയ്ക്കുള്ളിൽ നിന്ന് ഒരു രൂപം പതിയെ ദൃശ്യമാകാൻ തുടങ്ങി. ശുഭ്രവസ്ത്രം ധരിച്ച് വെളുത്ത് നീണ്ട താടി തലോടി ഈ ലോകത്തെ മുഴുവൻ ശാന്തതയും സമാധാനവും തന്നിലേക്ക് ആവാഹിച്ചിരിക്കുന്നത് പോലെ വെളുക്കേച്ചിരിക്കുന്ന ഒരു മനുഷ്യരൂപം അമരേന്ദ്രന് മുന്നിൽ പ്രത്യക്ഷനായി. ജ്ഞാനവും വിവേകവും അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ തിളങ്ങി. ഒരു ദേവദൂതനെ പോലെ ആകാശവെണ്മയിൽ ആറാടി നിൽക്കുന്ന ആ രൂപത്തെ അമരേന്ദ്രൻ കണ്ണിറയെ കണ്ടു. ഇതുവരെ താൻ ദർശിക്കാത്ത ഒരു കാഴ്ച. താങ്കൾ എങ്ങനെയാണ് എന്റെ മോതിരത്തിൽ കയറിക്കൂടിയത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. താങ്കൾ ആരാണ്? എവിടെ നിന്നാണ്? അമരേന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ ആ ശബ്ദം പ്രതിവചിച്ചു. ഞാൻ ആരാണ്, എന്താണ് എന്നതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അമരേന്ദ്ര.
നീ അറിയേണ്ടത് സമയാസമയങ്ങളിൽ ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട. ഒന്നു മാത്രം അറിഞ്ഞുകൊള്ളുക. നിന്നെ രക്ഷിക്കാൻ വന്നതാണ് ഞാൻ. നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? എനിക്കാരുടെയും സഹായം വേണ്ട. എന്നെ ഒന്ന് സ്വസ്ഥമായി വിട്ടാൽ മതി. അമരേന്ദ്രൻ ഈർഷ്യ മറച്ചുവെക്കാതെ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായി ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് കുമാര. നിദ്രയിലും ഉണർവിലും ഞാൻ നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് എന്റെ ജീവൽ ചൈതന്യം വെളിവാക്കാൻ പറ്റിയ സമയമെന്ന് ഞാൻ അറിയുന്നു. ഇനി നിന്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ കൂടെ തന്നെയുണ്ട്. ആ മനുഷ്യരൂപം മറുപടി പറഞ്ഞു. എന്ത്? ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? കഴിഞ്ഞ 3 വർഷമായി അങ്ങ് എന്നോടൊപ്പമുണ്ടെന്നോ? അസംഭവ്യം. ഞാൻ അറിയാതെ എങ്ങനെ എന്നോടൊപ്പം? അമരേന്ദ്രൻ ആലോചനാ നിമഗ്നനായി പതിയെ പറഞ്ഞു. അതേ കുമാര, നിനക്കെന്താണിത് വിശ്വസിക്കാൻ പ്രയാസം? ഇപ്പോൾ ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷനായല്ലോ. അദ്ദേഹം ശാന്തനായി പ്രതിവചിച്ചു. പെട്ടെന്ന് അമരേന്ദ്രൻ ഭാവം മാറി രോഷാകുലനായി പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങയുടെ സാന്നിധ്യമാണ് എന്റെ എല്ലാ പരാജയത്തിനും പിറകിൽ അല്ലേ? അങ്ങ് കാരണമാണ് മഹാചക്ര പരീക്ഷയിൽ ഞാൻ തോറ്റുപോയത്. എല്ലാവരുടെയും മുന്നിലും അപമാനിതനായി ഇപ്പോൾ സ്വയം ഹത്യയെപ്പറ്റി വരെ ചിന്തിക്കുന്നൊരുത്തനായി ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. എന്റെ ജീവിതവും പ്രണയവും അഭിമാനവും ശക്തിയും എല്ലാം അങ്ങ് മൂലമാണ് നഷ്ടമായത്. അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ വേറൊരു കാരണവും ഞാൻ കാണുന്നില്ല. അപരാജിത പട്ടം നേടാൻ സർവ്വതാ യോഗ്യനായ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചിട്ട് അങ്ങേക്ക് എന്താണ് നേടേണ്ടത്? അമരേന്ദ്രന്റെ കോപം മുഴങ്ങുന്ന സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉച്ചത്തിൽ ചിരിക്കാൻ ആരംഭിച്ചു. അത് കേട്ടപ്പോൾ അമരേന്ദ്രൻ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. അങ്ങെന്തിനാണ് എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്? അങ്ങയോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഈ പാഞ്ചാല ദേശം മുഴുവൻ ഇപ്പോൾ എന്നെയോർത്ത് പരിഹാസവർഷം ചൊരിയുകയാണ്. ഇപ്പോൾ അങ്ങും. ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ഞാൻ എന്തിനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്? മതിയായി, എല്ലാം മതിയായി. എനിക്ക് നിങ്ങളെ കാണണ്ട. മുന്നിൽ നിന്ന് പോകൂ. കോപമടക്കാനാവാതെ അമരേന്ദ്രൻ ആ വജ്രമോതിരം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. വികാരവിക്ഷോഭത്താൽ താൻ ഊരിയെറിയുന്നത് സ്വന്തം മാതാവിന്റെ അന്ത്യസമ്മാനമാണെന്നു കൂടി അമരേന്ദ്രൻ മറന്നുപോയി. നിഷ്കളങ്കമായിരുന്ന ആ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി. സംഭവിച്ചത് സംഭവിച്ചു. വിധിയെ തടുക്കാൻ ആർക്കുമാവില്ല കുമാര. വികാരങ്ങളെ അടക്കാൻ പഠിക്കൂ. നീ ഒരു യുവരാജാവാണ് എന്ന കാര്യം മറക്കരുത്. ഞാനല്ല നിന്റെ പരാജയങ്ങൾക്ക് കാരണം. ഞാൻ നിന്നെ സഹായിക്കാൻ വന്നവനാണ്. നീ ഊരിയെറിഞ്ഞ ഈ മോതിരം വിരലിൽ അണിയൂ. നിങ്ങളെ ഞാൻ എന്തിനി സഹിക്കണം? എന്തിനാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നത്? എനിക്ക് ദോഷം മാത്രം ചെയ്യുന്ന ഈ മോതിരം ഇനി ഞാൻ അണിയുന്ന പ്രശ്നമില്ല. എന്നെ നിർബന്ധിക്കരുത്. എന്റെ എല്ലാ പരാജയങ്ങളുടെയും ഹേതുവായ അങ്ങയെ ഇനിയും വിശ്വസിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നെ ദയവ് ചെയ്ത് വെറുതെ വിടൂ. അമരേന്ദ്രൻ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു. നിന്നോടൊരു വാഗ്വാദത്തിന് ഞാൻ മുതിരുന്നില്ല. കുമാരന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇന്നെനിക്ക് പറയാനാവില്ല. സമയം വരട്ടെ, അന്നെല്ലാം വ്യക്തമാവും. സംയമനം പാലിച്ചുകൊണ്ട് ആ മനുഷ്യരൂപം തുടർന്നു. ഈ പാഞ്ചാല രാജ്യത്ത് തല ഉയർത്തിപ്പിടിച്ചു നടക്കണമെന്ന് അങ്ങേക്ക് ആഗ്രഹമില്ലേ? അപമാനിച്ചവരുടെ മുന്നിൽ വിജയശ്രീ ലാളിതനായി നിൽക്കണ്ടേ? അങ്ങേ പറഞ്ഞു പറ്റിച്ച ചേര രാജകുമാരിക്കുള്ള മറുപടിയെങ്കിലും നൽകേണ്ടേ? 9 നക്ഷത്രങ്ങൾ നേടി അപരാജിത പട്ടം കരസ്ഥമാക്കുമെന്ന് പാഞ്ചാല രാജന് നൽകിയ വാക്കെങ്കിലും പാലിക്കേണ്ടേ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വാസുകിയുടെ കാര്യം കേട്ടതിലുള്ള അമർഷത്തോടെ അമരേന്ദ്രൻ പറഞ്ഞു. എന്റെ സഹായമില്ലാതെയും കുമാരന് അപരാജിത പട്ടം സ്വന്തമാക്കാൻ പറ്റുമായിരിക്കും. ഇല്ലെന്നല്ല, അങ്ങിത്രയും അറിവും കഴിവും ഉള്ളവനാണ്. പക്ഷേ അതിനുള്ള സമയം കുറവാണ്. അങ്ങേക്കിപ്പോൾ 20 വയസ്സ് തികഞ്ഞു. 21 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും അങ്ങേക്ക് 7 നക്ഷത്രങ്ങളെങ്കിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് തന്നെ അങ്ങ് ഭ്രഷ്ടനാകും. ഈ ഒരു വർഷത്തിനുള്ളിൽ നക്ഷത്രങ്ങളുടെ എണ്ണം 3-ൽ നിന്ന് 7ആക്കി ഉയർത്തുക എന്നുള്ളത് അസംഭവ്യമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നൂറ്റാണ്ടുകളായുള്ള പാഞ്ചാല നിയമസംഹിത അനുസരിച്ച് 21 വയസ്സിനുള്ളിൽ കരസ്ഥമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് സാധിച്ചില്ലെങ്കിൽ ഭ്രഷ്ട് തന്നെ ഫലം. അതിൽ നിന്ന് അങ്ങയുടെ പിതാവ് പാഞ്ചാല രാജാധിപൻ അരുണേന്ദ്ര രാജന് പോലും അങ്ങയെ രക്ഷിക്കാൻ കഴിയില്ല. ആ ശുഭ്രരൂപം അമരേന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങയ്ക്കിതൊക്കെ എങ്ങനെ അറിയാം? അങ്ങ് ആരാണ്? എന്നെ നാടുകടത്താമെന്നെല്ലാം എന്റെ മുന്നിൽ വന്നെന്ന് പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ഈ രാജ്യത്തിന്റെ യുവരാജാവാണ്, അത് മറക്കരുത്. സ്വയം സമാധാനിക്കാൻ എന്ന വണ്ണം അമരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നു. താൻ അനുഭവിക്കേണ്ട പരീക്ഷണങ്ങൾ
ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ശോഭനമായിരുന്ന തന്റെ ഭാവി കാലത്തേക്ക് ഇരുട്ടിനെ തള്ളിക്കയറ്റിയത് തന്റെ അങ്കുലീയത്തിൽ കുടിപാർത്തിരുന്ന ഈ മനുഷ്യൻ തന്നെയായിരിക്കുമെന്ന് അതുവരെയും അമരേന്ദ്രൻ ഉറച്ചു വിശ്വസിച്ചു. സത്യമെന്താണ്? ആരാണ് ഈ യോഗി? അമരേന്ദ്രന്റെ മനസ്സിനെ ചോദ്യങ്ങൾ മതിച്ചുകൊണ്ടിരുന്നു.